ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കിളിയെ ലിറിക്കൽ സോങ് ഫ്രം ARM, അജയന്റെ രണ്ടാം മോഷണം. നമ്മളെ ടോവിനോന്റെ പുതിയ പടമായ അജയന്റെ രണ്ടാം മോഷണത്തിലെ കിളിയെ എന്ന് പറയുന്ന ലിറിക്കൽ സോങ് ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്. ആക്ച്വലി പാട്ട് നല്ലൊരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു നല്ല എന്താണ് ഒരു മെലോഡിയസ് സംഭവം വൈബ് തരുന്ന ഒരു പാട്ടാണെന്നാണ് പല റീൽസിലെല്ലാം നമ്മൾ കണ്ടത്. ഇന്നലെയാണ് പാട്ട് റിലീസ് ആയത്. സോ അതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. സോ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോങ് നെയിം കിളിയെ, മ്യൂസിക് കമ്പോസർ ദിബു നിനാൻ തോമസ്, പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം KS ഹരിശങ്കർ, അനില രാജീവ്, ആൻഡ് ലിറിക്സ് ബൈ മനു മഞ്ജിത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ പോകാം, കിളിയെ കാണാം. ഡു സപ്പോർട്ട് ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു Bald and Beard Reacts. Dibu Nina Thomas. Nice. Graphics നല്ല ഉണ്ടല്ലേ. ഓക്കെ, ഈ ലൊക്കേഷൻ എവിടെ കണ്ടുപോലുണ്ട്? ഓ, പൊളി. അതെ വാ. ബീറ്റ്. അതെ വാ. യോതി സൂപ്പർ. സമീർ മുഹമ്മദ് തേജ്. പൊളി പൊളി. സുജിത് നമ്പ്യാർ റിട്ടയർഡ്. നമ്മുടെ നാട്ടുകാരനാണ്, അറിയാം. ഓ, അതിരപ്പള്ളി അല്ലേ? നൈസ് ലൊക്കേഷൻ. യോതി ഷോ. അതെ വാ. അതിരപ്പള്ളി. ഓ, സതീഷ് ഷെട്ടി. ബ്യൂട്ടിഫുൾ. ഇതൊരു മലയാളി ടച്ച് ഇട്ടാ.
ലാൽ. അയ്യോ, പൊളി സോങ്, നൈസ് സോങ്. ഫസ്റ്റ് പറയേണ്ടത് ഇത് കിളിയെ പൂവേ പൂവേ എന്നാണ് പാട്ടിന്റെ പേര്. ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് ഇതിന്റെ DOP ആൻഡ് എഡിറ്റിംഗ്. DOP ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോമോൻ ടി ജോൺ ഐസക് എന്നാണ് തോന്നുന്നു. എഡിറ്റർ ഷമീർ മുഹമ്മദ്. സംഭവം ഒപ്പി വെച്ചിട്ടുണ്ട്. എന്താണ്, ലൊക്കേഷൻ വൈസ് സാധനം ക്യാമറയിൽ ഇങ്ങനെ പകർത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ എഡിറ്റിങ്ങും മനോഹരം, ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് കാണുന്ന സമയത്ത് നമ്മളൊരു കേരള തനിമ, നമ്മുടെ നാടിന്റെ ഒക്കെ ഒരു സൗന്ദര്യം ശരിക്ക് ആ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൃതി ഷെട്ടിന്റെ പടങ്ങളൊന്നും നമ്മൾ ഇല്ല കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഇല്ല, തെലുങ്കിലും കന്നഡയിലൊക്കെ ആയിരുന്നു. കൃതി ഷെട്ടിയാണ്, കന്നഡക്കാരിയാണ്, തെലുങ്കിലൊക്കെയാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ ഇതില് ഈ സിനിമയില് അല്ലെങ്കിൽ ഈ പാട്ടില് മൂപ്പര് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ അയൽവക്കത്തെ ഒരു പെൺകുട്ടിനെ പോലെ, അല്ല ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടി, ശരിക്കും കേരളീയ സൗന്ദര്യം ഉള്ള ഒരു പെൺകുട്ടിനെ പോലെ തന്നെ കറക്റ്റ് ആ ഒരു ലുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഒരു മലയാളി പെൺകുട്ടിനെ പോലെ തന്നെ ആ ഒരു വേഷം, ആ ഒരു നോട്ടം, ആ ചിരി, ആകെ മൊത്തം ഒരു മലയാളി തനിമ കൊണ്ടുവരാൻ കൃതി ഷെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഒബിയസ്ലി ടോവിനോ പിന്നെ ആ ലുക്ക് വൈസ് അല്ല, അത് നമുക്ക് കണ്ടറിയണം ടോവിനോന്റെ എന്താണ് അതിൽ വെച്ചിട്ടുള്ളതെന്ന്. പിന്നെ ഇതിൽ ലൊക്കേഷൻസ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് മാടായിപ്പാറയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ചിത്തോയി കാവല്ല, ആ കാവ്, മാടായിപ്പാറയുടെ ഒരു കാവുണ്ട്, ആ കാവിന്റെ അടുത്തുണ്ടോ. പിന്നെ ഇവിടെ കാസർഗോഡ് ഒരു കൊട്ടാരം, പഴയ പാലസ് ഒക്കെ ഉണ്ട്. അവിടെ അമ്പലം, പഴയ അമ്പലം, അങ്ങനത്തെ ഏതോ സ്ഥലത്തൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇടയ്ക്കോ കണ്ട ലൊക്കേഷൻസ് ഒക്കെ കണ്ട്. ആൻഡ് അടിപൊളി, മൊത്തത്തിൽ പാട്ട് നല്ല ഫീൽ വൈബ്. ഞാൻ നേരത്തെ പോലെ റൊമാൻറ്റിക് ആൻഡ് ഒരു നമ്മുടെ സൂത്തിങ് എക്സ്പീരിയൻസ് പോലെ ഒരു മെലഡി സംഭവമാണ് കിളിയെ പൂവേ അങ്ങനത്തെ ഒരു പാട്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇപ്പൊ പറയാണ്. ഇതിലെ റിട്ടേൺ ബൈ തിരക്കഥ എഴുതിയ നമ്മുടെ സുജിത് നമ്പ്യാർ, മൂപ്പരും നമ്മുടെ നമ്മുടെ സ്വന്തം നീലേശ്വരൻകാരനാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. സോ അത് നമുക്ക് വലിയൊരു അഭിമാനം തരുന്ന ഒരു കാര്യം തന്നെയാണ് മിസ്റ്റർ സുജിത് നമ്പ്യാർ നമ്മുടെ നാട്ടുകാരൻ എന്ന് പറയാൻ പറ്റുന്നതിൽ. സോ എക്സ്ട്രീംലി ഈഗർലി വെയിറ്റിംഗ് ഫോർ ARM. ഓണത്തിന് ഒരു പൊളിക്കും എന്തായാലും ടോവിനോ ആൻഡ് ടീം. ആൻഡ് അജയന്റെ രണ്ടാം മോഷണത്തിനായി നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഗൈസ്, ആൻഡ് റിമെമ്പർ ദ നെയിം ആൻഡ് കീപ് വാച്ചിങ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.